വയനാട് നൂൽപ്പുഴയിലെ പൈതൃക മ്യൂസിയം വീണ്ടും തുറക്കാൻ നടപടിയില്ല. ഉദ്ഘാടനം ചെയ്ത് 2 ആഴ്ച പ്രവർത്തിച്ച മ്യൂസിയം 2.5 വർഷമായി അടച്ചിട്ടിരിക്കുകയാണ്. നൂൽപ്പുഴ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മ്യൂസിയം തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. വയനാട് നൂൽപ്പുഴയിൽ ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തതാണ് പൈതൃക മ്യൂസിയം. തുറന്ന് ആഴ്ചകൾക്കുള്ളിൽ ഇത് അടച്ചിടേണ്ടി വന്നു. IC ബാലകൃഷ്ണൻ MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷവും നൂൽപ്പുഴ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 10 ലക്ഷവും ചെലവഴിച്ചാണ് പൈതൃക മ്യൂസിയത്തിന്റെ കെട്ടിടം നിർമ്മിച്ചത്. തുടർന്ന് സമീപത്തെ കർഷകരിൽ നിന്നടക്കം ശേഖരിച്ച സാധനങ്ങൾ സജ്ജീകരിച്ച് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൽ നിന്ന് അനുമതിയില്ലാത്തതും മുഖ്യ കവാടമടക്കം നിർമ്മിക്കാത്തതുമാണ് മ്യൂസിയം തുറന്നു പ്രവർത്തിക്കുന്നതിന് വിലങ്ങുതടിയായി പഞ്ചായത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. 2.5 വർഷമായിട്ടും അനുമതി ഉൾപ്പെടെ നേടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വയനാടിന്റെ കാർഷിക മേഖലയിലുള്ള പണിയായുധങ്ങളും അതുപോലെ കാർഷിക ഉപകരണങ്ങളും എല്ലാം പരിചയപ്പെടുത്തുവാനും പുതുതലമുറയ്ക്ക് നല്ല രൂപത്തിലേക്ക് ഇത് കാണുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലേക്ക് ഒരു പദ്ധതി കൊണ്ടുവന്നത്. ഇപ്പോൾ നമുക്കറിയാം, വയനാട് മധ്യവേനൽ അവധിയാണ്. സഞ്ചാരികളുടെ വലിയ രൂപത്തിലുള്ള ഒഴുക്കാണ് വയനാട്ടിലേക്ക്. ആ വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലേക്കുള്ള ഒരു പദ്ധതി വിനോദസഞ്ചാരികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനും അവരെ പരമാവധി നമുക്ക് ഇത് ആകർഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ പോരായ്മയാണ്. ഇനിയെങ്കിലും എത്രയും വേഗം അധികാരികൾ ഇത് തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ രൂപത്തിൽ നമുക്ക് പറയുന്നത്. വയനാടിന്റെ കാർഷിക മേഖലയിലും നിത്യജീവിതത്തിലും ഉപയോഗിച്ചിരുന്ന വിവിധങ്ങളായ ഉപകരണങ്ങളാണ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. കലപ്പ, നുകം, കുന്തം, എഴുത്താണി, താളിയോലകൾ, മുറം, കൊമ്മ, പറ, പാണ്ടിക്കല്ലി എന്നിവയും മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചാട, കന്നുകാലികളുടെ കഴുത്തിൽ കെട്ടുന്ന തട്ട, പരമ്പരാഗത നെൽവിത്തുകൾ, ശിലാലിഖിതങ്ങൾ എന്നിവയെല്ലാം മ്യൂസിയത്തിലുണ്ട്. ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട പൈതൃക മ്യൂസിയം എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് മലയാളം, വയനാട്.